ഹലോ, ഇന്ത്യൻ ഭരണഘടനാ ശില്പിയും സാമൂഹ്യ പരിഷ്കർത്താവുമായ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ സ്മരണയ്ക്കായി ഡോക്ടർ ബി.ആർ. അംബേദ്കർ മാധ്യമ പുരസ്കാരം വർഷം തോറും നൽകി വരികയാണ്. പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിലെ അച്ചടി, ദൃശ്യ, ശ്രവ്യ വിഭാഗങ്ങളിലെ മികച്ച റിപ്പോർട്ടുകൾക്കും ഫീച്ചറുകൾക്കുമാണ് അവാർഡുകൾ നൽകുന്നത്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ മാധ്യമ അവാർഡ് 2023 പുരസ്കാര വിതരണ ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിനായി പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ ശ്രീ കെ ഗോപാലകൃഷ്ണൻ IAS സാറിനെയായിരുന്നു നമ്മൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ചില അസൗകര്യങ്ങൾ കാരണം അദ്ദേഹത്തിന് ഈ ചടങ്ങിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ആയതിനാൽ സ്വാഗതം ആശംസിക്കുന്നതിനായി പട്ടികജാതി വികസന വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ശ്രീ വി സജീവൻ സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അഡ്വക്കേറ്റ് ആന്റണി രാജു MLA അവർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗവും വികസനവും ദേവസ്വവും പാർലമെന്ററി കാര്യവും വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ കെ രാധാകൃഷ്ണൻ അവർ, ഈ പരിപാടിയിൽ ജൂറി അംഗമായി പങ്കെടുക്കുന്ന ശ്രീ KP രവീന്ദ്രനാഥ്, വകുപ്പ് ഡയറക്ടർ ശ്രീ കെ ഗോപാലകൃഷ്ണൻ ഉടൻ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിയിരിക്കുന്ന പട്ടികജാതി വികസന വകുപ്പിലെ വിവിധ ജീവനക്കാരെ, മാധ്യമപ്രവർത്തകരെ, മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പട്ടികജാതി വികസന വകുപ്പ് മഹാനായ ഡോക്ടർ ബി.ആർ. അംബേദ്കർ അവരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള മാധ്യമ അവാർഡ് ദാന ചടങ്ങാണ് ഇവിടെ നിന്ന് നടക്കാൻ പോകുന്നത്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പട്ടികജാതി വികസന വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി ചെയ്യുന്ന വിവിധ പദ്ധതികൾ സംബന്ധിച്ചും അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും മാത്രമല്ല ആ പട്ടികജാതി പട്ടികവർഗ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ ന്യൂസുകൾക്ക്, വിവിധ അച്ചടി, ദൃശ്യ, ശ്രവ്യ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വിവിധ വാർത്തകൾ വിലയിരുത്തിയാണ് ഈ അവാർഡുകൾ ഇവിടെ നൽകുന്നത്. തീർച്ചയായിട്ടും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉന്നമനത്തിനായി ധാരാളം പദ്ധതികളാണ് വകുപ്പുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പട്ടികജാതി മാധ്യമങ്ങൾ നൽകുന്ന പിന്തുണ ഈ അവസരത്തിൽ വളരെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. തീർച്ചയായും വിമർശനങ്ങൾക്ക് അതീതരല്ല, ഞങ്ങളുടെ വകുപ്പ് യാതൊരു വിമർശനങ്ങൾക്കും അതീതരല്ല. തീർച്ചയായും അത്തരത്തിൽ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ പട്ടികജാതി പട്ടികവർഗ വികസന മേഖലയിൽ പട്ടികജാതി വികസന വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകൾ നടത്തുന്ന എല്ലാ പദ്ധതികളും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള അംശങ്ങളോട് കണ്ടെത്തി വേണ്ടുന്ന പ്രോത്സാഹനം തരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അവസരത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മഹനീയ വ്യക്തികൾക്ക് സ്വാഗതം ആശംസിക്കുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി ഈ പരിപാടിയിൽ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് ആന്റണി രാജു അവറുകളെ ഈ പരിപാടിയിലേക്ക് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകൾക്ക് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പുരസ്കാര വിതരണം നടത്തുന്നതിന് എത്തിയിട്ടുള്ള ബഹുമാന്യനായ ഞങ്ങളുടെ മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അവറുകളെ ഈ പരിപാടിയിലേക്ക് വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പട്ടികജാതി വികസന വകുപ്പിൻ്റെ ഡയറക്ടർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ അവാർഡ് ജേതാക്കൾ, ഈ പരിപാടിയുടെ ജൂറി അംഗമായി ഇവിടെ പങ്കെടുക്കുന്ന ശ്രീ KP രവീന്ദ്രനാഥ് അവറുകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ അവാർഡ് ജേതാക്കളായി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെയും ഈ യോഗത്തിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും മറ്റ്
പട്ടികവർഗ വികസന വകുപ്പിലെ ജീവനക്കാരെയും എല്ലാ സഹപ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ആന്റണി രാജു MLA ആണ്. അദ്ദേഹത്തെ സംസാരിക്കുവാനായി ക്ഷണിച്ചുള്ളൂ. BR അംബേദ്കർ മാധ്യമ പുരസ്കാരം വിതരണം ചെയ്യാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിന്റെ അഭിമാനമായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസനവും ദേവസ്വവും പാർലമെന്ററി കാര്യവും വകുപ്പിന്റെ ചുമതലകൾ വഹിക്കുന്ന എൻ്റെ ഒരു സഹോദരതുല്യം ഞാൻ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട മന്ത്രി ശ്രീ K. രാധാകൃഷ്ണൻ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ജൂറി അംഗം ശ്രീ KP രവീന്ദ്രനാഥ്, അഡീഷണൽ ഡയറക്ടർ ശ്രീ V. സജീവ്, ഏറ്റവും ഈ ചടങ്ങിലെ മുഖ്യ അതിഥികൾ അല്ലെങ്കിൽ മുഖ്യ വ്യക്തിത്വങ്ങൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മാധ്യമ അവാർഡ് ജേതാക്കളാണ് ഇന്നത്തെ മുഖ്യ താരങ്ങൾ. അച്ചടി മാധ്യമത്തിൽ ഇന്നിവിടെ അവാർഡ് നേടിയ മാതൃഭൂമി വയനാട് സ്റ്റാഫ് കറസ്പോണ്ടന്റ് ശ്രീമതി നീനു മോഹൻ, അതുപോലെ തന്നെ മംഗളം മലപ്പുറം സീനിയർ റിപ്പോർട്ടർ ശ്രീ VP നിസാർ, ദൃശ്യമാധ്യമത്തിൽ ട്രൂ കോപ്പി തിങ്ക് ചാനൽ ശ്രീ മുഹമ്മദ് ഷഫീഖ് K, സ്പെഷ്യൽ ജൂറി അവാർഡ് കരസ്ഥമാക്കിയ വയനാട് വിഷൻ ചാനലിന്റെ ചീഫ് എഡിറ്റർ ശ്രീ PK രഘുനാഥ്, ശ്രവ്യ മാധ്യമത്തിൽ അവാർഡ് നേടിയ കുമാരി പൂർണിമ K, ട്രൈബൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലി 90.4 FM തുടങ്ങിയ അവാർഡ് ജേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ കുടുംബാംഗങ്ങളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരെ, സഹോദരി സഹോദരന്മാരെ, BR അംബേദ്കർ മാധ്യമ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട മാധ്യമപ്രവർത്തകരെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. BR അംബേദ്കറുടെ നാമധേയത്തിലുള്ള അവാർഡിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാനിവിടെ സൂചിപ്പിക്കേണ്ട കാര്യമില്ല. വിമോചനത്തിന്റെ വിശ്വപുരുഷനെന്നും സാമൂഹ്യ നവോത്ഥാനത്തിന്റെ ധീരനായ പോരാളിയെന്നും കാലമെത്ര കഴിഞ്ഞാലും വിശേഷിപ്പിക്കപ്പെടുന്ന മഹാനായ ഡോക്ടർ അംബേദ്കറുടെ പേരിലുള്ള മാധ്യമ പുരസ്കാരത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട്. അതിന്റെ തിളക്കം വളരെ വർദ്ധിക്കുന്നതുമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി വിവിധ മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഇടയിൽ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പ്രതിപാദിക്കുന്നതിനും അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ ആ മേഖലയിൽ നടമാടുന്ന പ്രശ്നങ്ങൾ വിമർശനാത്മകമായി ചൂണ്ടിക്കാണിക്കുവാനും അങ്ങനെ തെറ്റുകൾ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അത് തിരുത്തിക്കുവാനുമുള്ള ഒരു ശ്രമമാണിന്ന് മാധ്യമലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും ഏറ്റവും മികച്ച റിപ്പോർട്ടർമാരെ തെരഞ്ഞെടുത്ത് അവരെ ആദരിക്കുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ വിഭാഗങ്ങൾക്ക് സമാനതകളില്ലാത്ത ഉന്നമനത്തിന്റെ പാതയാണ് സംസ്ഥാന ഗവൺമെന്റ് വെട്ടിത്തുറന്നിരിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണൻ മിനിസ്റ്റർ നിങ്ങൾക്കറിയാം, അവരോടൊപ്പം ജനിച്ചു വളർന്ന് ജീവിച്ച് അവരുടെ പ്രശ്നങ്ങൾ ജീവിതാനുഭവങ്ങളാക്കി മാറ്റി അങ്ങനെ അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മന്ത്രി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രിമാരിൽ ഒരാളാണ് മന്ത്രി രാധാകൃഷ്ണൻ. അവരുടെ നൊമ്പരങ്ങൾ, അവരുടെ സുഖദുഃഖങ്ങൾ എല്ലാം ജീവിതത്തിൽ ഏറ്റുവാങ്ങി അത് ജീവിതാനുഭവങ്ങളാക്കി മാറ്റി അങ്ങനെ അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയപ്പോൾ അതിനെ ഏറ്റവും ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് ആ മേഖലയിൽ ഉണർവുണ്ടാക്കുവാൻ, പട്ടികജാതി പട്ടികവർഗത്തിന്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ, അദ്ദേഹം പങ്കെടുക്കുന്ന ഏത് ചർച്ചകളിലും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏത് വിഷയമെടുത്താലും പട്ടികജാതി പട്ടികവർഗത്തിന്റെ അവകാശങ്ങൾക്കും അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് ഒരു പോറലേൽക്കാൻ പാടില്ല എന്നുള്ള ദീർഘവീക്ഷണത്തോടുകൂടി വളരെ ശ്രദ്ധാലുവായിട്ടാണ് അദ്ദേഹം അത്തരം കാര്യങ്ങൾ പഠിക്കുകയും
അഭിപ്രായ പ്രകടനം നടത്തുകയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഈ നവകേരള സദസ്സുമായി കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗമായിരുന്നപ്പോൾ ഞാനും അദ്ദേഹത്തോടൊപ്പം ഒരു സീറ്റിലാണ് യാത്ര ചെയ്തത്. 36 ദിവസക്കാലം ഒരു സീറ്റിൽ. വിശ്വസിക്കാൻ കഴിയില്ല. ഒരു സീറ്റിലാണ് ഞങ്ങൾ രണ്ടുമാണ് ഒരു സീറ്റ് എപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ IAS ഇവിടെ എത്തിയിട്ടുണ്ട്, ഡയറക്ടർ എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് സ്വാഗതം പറയേണ്ടിയിരുന്നത്, പക്ഷെ അദ്ദേഹത്തെ ഞാനിപ്പോൾ സ്വാഗതം ചെയ്യുകയാണ്. ഏതായാലും ബഹുമാനപ്പെട്ട മന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ നവകേരള സദസ്സിൽ എല്ലാ ദിവസവും രാവിലെ പ്രഭാത യോഗങ്ങളിൽ നിരവധി വ്യക്തിത്വങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് ഞങ്ങൾ കേട്ടു. എന്നാൽ ഏതാണ്ട് എല്ലാ ജില്ലകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് അനുഭവ സമ്പത്തുള്ള ആളുകൾ, അനുഭവസ്ഥരായ വിദ്യാർത്ഥികൾ, അനുഭവസ്ഥരായ ജനങ്ങൾ വളരെ വികാരത്തോടുകൂടി അവർക്ക് ഒരുക്കിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും അത് ഏറ്റുവാങ്ങിയതിന്റെ സായുജ്യമടയുന്ന നിമിഷങ്ങളെക്കുറിച്ചും അത് ഏറ്റുവാങ്ങിയത് മൂലം ഉണ്ടായ നേട്ടങ്ങളെക്കുറിച്ചും തങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ കൈവരിച്ചതിനെക്കുറിച്ചുമൊക്കെ എഴുത്തു നിന്ന് വികാരത്തോടുകൂടി പറയുന്നത് കേട്ടപ്പോഴാണ് ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പുമായി ബന്ധപ്പെട്ട് എത്രയോ നൂതനമായ ആശയങ്ങളും കാര്യങ്ങളുമാണ് നമ്മുടെ സമൂഹത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഗവൺമെന്റുകൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് യഥാർത്ഥ വിഭാഗങ്ങളിലേക്ക് എത്താതെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു ചിത്രമായിരുന്നുവെങ്കിൽ ഇന്ന് താഴെ തട്ടിൽ തന്നെ അത് ശരിയാവണ്ണം എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുവാനുള്ള ഒരു നല്ല പ്രവർത്തനമാണ് ഇന്ന് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കുട്ടിയുടെ വാക്കുകൾ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. 19 വയസ്സുള്ള ഒരു പെൺകുട്ടി കണ്ണൂരിൽ. ആ കുട്ടി എണീറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടൊരു വരുന്നൊരു കുട്ടിയാണ്. എനിക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു, പൈലറ്റ് ആകണമെന്നുള്ളതായിരുന്നു എൻ്റെ മോഹം. പക്ഷേ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, ഞാൻ വളർന്നു വരുന്ന സാഹചര്യം, എൻ്റെ സാമ്പത്തികമായ പരാധീനതകൾ, എൻ്റെ കുടുംബ പശ്ചാത്തലം, എൻ്റെ സാമൂഹ്യ പശ്ചാത്തലം, ഇതൊന്നും ഒരിക്കലും എനിക്ക് ആ നേട്ടം കൈവരിക്കാൻ, ആ സ്വപ്നം പൂവണിയാൻ എനിക്ക് കഴിയില്ല എന്ന് ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയ സംസ്ഥാന ഗവൺമെന്റ് പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ കീഴിൽ വിങ്സ് എന്ന പദ്ധതിയിലൂടെ ഇത്തരം മോഹങ്ങൾ പൂവണിയാൻ, ഇത്തരം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ഉള്ള അവസരമുണ്ട് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഞാൻ പട്ടികജാതി പട്ടികവർഗവുമായി ബന്ധപ്പെട്ട് വിങ്സുമായി ബന്ധപ്പെട്ട് ഇതേക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിലൂടെ അപേക്ഷ നൽകി ഞാൻ പൈലറ്റാകാൻ പഠിച്ചു. 32 ലക്ഷം രൂപയാണ് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിനുള്ള ചെലവ്. ആ ചെലവ് മുഴുവൻ പട്ടികജാതി പട്ടിക വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട്, വിങ്സിലൂടെ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് എൻ്റെ ചിറകുകൾ ആകാശത്തേക്ക് പറന്നുയരുവാനുള്ള എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ച വകുപ്പാണ് പട്ടികജാതി പട്ടിക വകുപ്പും ഇരിക്കുന്ന മന്ത്രി രാധാകൃഷ്ണനെന്ന് ആ കുട്ടി നിറകണ്ണുകളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഏറെ അഭിമാനം തോന്നി. ആ കുട്ടി പറഞ്ഞു, ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ 5 പേർ, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 5 പേർക്കാണ് വിങ്സിലൂടെ പൈലറ്റുമാരാകാൻ കഴിഞ്ഞത്. 150ഓളം പേർക്ക് എയർ ഹോസ്റ്റസുമാരാകാൻ കഴിഞ്ഞു. ആ സ്വപ്നമൊക്കെ പൂവണിയിക്കാൻ ഇടയായത് ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യത്തോടുള്ള ഈ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്ന് അനുഭവസമ്പന്നയായ ഒരു കുട്ടി പറഞ്ഞപ്പോൾ ആ ഹാളിലുണ്ടായിരുന്ന എല്ലാവരും ഇപ്പോൾ നിങ്ങൾ കൈയടിച്ചതുപോലെ ഒന്നടങ്ക കൈയടിക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു. അങ്ങനെ എത്രയോ പേരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് ഞങ്ങൾക്ക് നേരിട്ട് കേൾക്കാനും കാണാനും ഇടയായി. പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ ആഭിമുഖ്യം നടത്തുന്ന വിവിധ പരിപാടികളിലൂടെ കേരളത്തിലെ 100 കണക്കിന് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് പറന്നുയരാൻ, അവരുടെ ചിറകുകൾ മുളയ്ക്കാൻ, അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി തിരഞ്ഞെടുക്കാൻ, ആ പാതയിലൂടെ സഞ്ചരിക്കാൻ, അത് കരസ്ഥമാക്കാൻ, അത് നിങ്ങളുടേതാണെന്നുള്ള അവകാശ ബോധത്തോടുകൂടി അത് ഏറ്റെടുക്കുവാനും അത് വാങ്ങുവാനുമുള്ള ഒരു പ്രയാണം നിങ്ങളിലും ഉണ്ടാകണം. നിങ്ങൾക്ക് അവകാശപ്പെട്ടത് മറ്റാർക്കും തട്ടിക്കൊണ്ടുപോകാൻ നിങ്ങൾ അനുവദിക്കരുത്. അതിന് നിങ്ങളോടൊപ്പം നിൽക്കാൻ, നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ സമർത്ഥനായ ഒരു മന്ത്രിയെ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്.
അത് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ മേഖലയിലെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി യുവതി യുവാക്കളുടെ ഉന്നമനത്തിനായി ഉള്ള പോരാട്ടത്തിൽ ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് കൈവരിക്കാൻ അസാധ്യമായ ഒന്നും തന്നെ ഭൂമിയിലില്ല. നിശ്ചയദാർഢ്യത്തോടുകൂടി കഠിനാധ്വാനത്തോടുകൂടി നമ്മൾ മുന്നേറിയാൽ, ആത്മവിശ്വാസത്തോടെ മുന്നേറിയാൽ നിങ്ങൾക്കും എല്ലാം സ്വന്തമാണ്. ഇത് ആർക്കെങ്കിലും മാത്രമായി റിസർവ് ചെയ്തിട്ടുള്ള ഒരു കസേരയുമില്ല. നിങ്ങൾക്ക് കയറിപ്പറ്റാവുന്ന കസേരകൾ മാത്രമേ നമ്മുടെ ഭാരതത്തിലുള്ളൂ. പക്ഷേ അതിന് നിങ്ങളുടെ ഒരു പോരാട്ടം, നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള കഠിനാധ്വാനവും ആത്മവിശ്വാസത്തോടുള്ള മുന്നേറ്റവും ഉണ്ടാകണം. നമ്മളാരും ആരുടെയും പിന്നിൽ നിൽക്കേണ്ടവരല്ല എന്നുള്ള ബോധ്യം ആദ്യം വേണം. മറ്റുള്ളവരെ പോലുള്ള എല്ലാ അവകാശങ്ങളും കൈവരിക്കാനുള്ള അവകാശമുള്ളവരാണ് നമ്മൾ. അതിനാരുടെ ഔദാര്യമല്ല. അതുകൊണ്ട് ആ അവകാശങ്ങൾക്ക് വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ ഉറച്ച കാലുകളുമായി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നതോടൊപ്പം നമ്മുടെ ഈ മേഖലയിലെ വാർത്തകൾ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരുവാനും ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും അങ്ങനെ ഈ മേഖലയിലുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് സഹായകരമായ വാർത്തകൾ നൽകുവാനും ദൃശ്യ മാധ്യമങ്ങളും അതുപോലെ തന്നെ അച്ചടി മാധ്യമങ്ങളും എല്ലാം തന്നെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ് ഗവൺമെന്റ് ചെയ്യുന്ന ഈ അവാർഡിലൂടെ ചെയ്യുന്നത്. അങ്ങനെ വളരെ ആധികാരികമായി ഉത്തരവാദിത്തോടെ സർക്കാരിന്റെ സംവിധാനത്തിൽ ഏറ്റവും നല്ല ഒരു ജൂറിയെ തെരഞ്ഞെടുത്തുകൊണ്ട് ആ ജൂറി സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ, നല്ല പഠനത്തിലൂടെ, ശരിയായ വിലയിരുത്തലുകളിലൂടെ കേരളത്തിലെ ഏറ്റവും മികച്ച പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി അച്ചടിയും ദൃശ്യമാധ്യമങ്ങളും ഉപയോഗിക്കുന്ന മാധ്യമപ്രവർത്തകരെ കണ്ടെത്തി നാളെയും നിങ്ങളുടെ വാർത്തകൾ നന്നായി പ്രസിദ്ധീകരിക്കുവാൻ, മാധ്യമ ലോകത്തിനെ പ്രോത്സാഹിപ്പിക്കുവാൻ, അവർക്ക് പ്രചോദനം നൽകുവാൻ, ഇത് മറ്റുള്ള മാധ്യമപ്രവർത്തകർക്കും ഒരു മാതൃകയാകട്ടെ എന്ന് ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഇത്തരം ഒരു അവാർഡിന് രൂപം കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ മാധ്യമ പുരസ്കാരം 2023 അർഹരായിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇനിയും തുടർന്ന് മറ്റു മാധ്യമ സുഹൃത്തുക്കൾക്ക് തുടർ വർഷങ്ങളിൽ അവാർഡ് നേടുവാൻ ഈ മാധ്യമ പുരസ്കാരം അവർക്ക് പ്രചോദനം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ നേരിട്ട് സംബന്ധിച്ചുകൊണ്ട് അവാർഡ് നൽകുവാൻ എത്തിയിരിക്കുന്ന ഈ വകുപ്പിന്റെ അധ്യക്ഷൻ മന്ത്രി ബഹുമാനായ ശ്രീ രാധാകൃഷ്ണൻ അവர்களെ ഈ പരിപാടിയിലേക്ക് എത്തിയതിനുള്ള നന്ദി, ഈ മണ്ഡലത്തിലെ MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് നന്ദി കൂടി പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ഉദ്ഘാടന കർമ്മവും പുരസ്കാര വിതരണത്തിനുമായി ഡോക്ടർ ബി.ആർ. അംബേദ്കർ മാധ്യമ അവാർഡ്ദാന ചടങ്ങിന്റെ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നിർവഹിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ വികസനവും ദേവസ്വവും പാർലമെന്ററി കാര്യവും വകുപ്പ് മന്ത്രിയായ ബഹുമാനപ്പെട്ട കെ. രാധാകൃഷ്ണൻ അവർകളാണ്. അദ്ദേഹത്തെ ഉദ്ഘാടനത്തിനായും അവാർഡ് നൽകുന്നതിനായും ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനായ യോഗാധ്യക്ഷൻ, നമുക്കറിയാം ഈ കഴിഞ്ഞ മാസം ലാസ്റ്റ് വരെ നമ്മുടെ സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവനന്തപുരത്തിൻ്റെ പ്രിയപ്പെട്ട MLAയുമായിരുന്ന അതായിരുന്നെന്ന് പറയാൻ പറ്റില്ല, മന്ത്രിയായിരുന്നു. നേരത്തെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് അസംബ്ലി വന്നത് 96-ൽ. ഞാനും എൻ്റെ മിനിസ്റ്ററും ഒക്കെ ഒരുമിച്ച് വന്നതാണ് അസംബ്ലിയിൽ. നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ അഡ്വക്കേറ്റ് ആന്റണി രാജു, അതുപോലെ തന്നെ പട്ടികജാതി വികസന വകുപ്പിൻ്റെ ഡയറക്ടർ ശ്രീ ഗോപാലകൃഷ്ണൻ IAS, യൂറി അംഗമായിട്ടുള്ള ശ്രീ KP രവീന്ദ്രനാഥ്, അതുപോലെ അഡീഷണൽ ഡയറക്ടർ, നന്ദി പറയേണ്ട ആൾ സ്വാഗതം ആദ്യം പറഞ്ഞു, ഡയറക്ടർ നന്ദി പറഞ്ഞാൽ മതി. അതോടൊപ്പം തന്നെ ഇന്നിവിടെ മഹാനായ ഡോക്ടർ B.R. അംബേദ്കറുടെ നാമധേയത്തിലുള്ള മാധ്യമ അവാർഡിന് അർഹരായ ശ്രീമതി നീനു മോഹനൻ, ശ്രീ VP നിസാർ, ശ്രീ മുഹമ്മദ് ഷഫീഖ്, ശ്രീ PK രഘുനാഥ്, കുമാരി പൂർണിമ,
മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മഹാനായ ഡോക്ടർ BR അംബേദ്കറുടെ നാമധേയത്തിലുള്ള മാധ്യമ പുരസ്കാരം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച മാധ്യമപ്രവർത്തകരെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് നടപ്പിലാക്കി വരുന്നത്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ ഈ മാധ്യമ അവാർഡുകൾ വ്യത്യസ്ത മേഖലയിലുള്ള മാധ്യമപ്രവർത്തകർക്കാണ് കൊടുക്കുന്നത്. ദൃശ്യ, ശ്രാവ്യ, അച്ചടി മാധ്യമങ്ങളിൽപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ സമൂഹമധ്യത്തിൽ കൊണ്ടുവന്ന പ്രഗത്ഭരായിട്ടുള്ള മാധ്യമപ്രവർത്തകർക്കാണ് ഈ അവാർഡ് നൽകുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് 2023 അവാർഡ് 2024 എന്നുള്ളത് കുഴപ്പമുണ്ട്. നമ്മുടെ 2023 അവാർഡാണ്, 2024 ജനുവരി 10. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഇവിടെ പറഞ്ഞു, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവംബർ 18 മുതൽ ജനുവരി 2 വരെ നിരന്തരമായിട്ട് യാത്രയായിരുന്നു. അപ്പം എൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വെച്ച് കൊടുക്കാമെന്നുള്ള ധാരണ വന്നു. അത് പിന്നെ സംഘാടകർക്കെല്ലാം ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇന്നേക്ക് മാറ്റിയത്. ആദ്യമായി തന്നെ ഈ അവാർഡിന് അർഹരായ മുഴുവൻ മാധ്യമപ്രവർത്തകരെയും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യാം. ഈ അവാർഡ് നൽകിക്കൊണ്ട് ഞാനൊരു ദീർഘമായ പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ബഹുമാനായ മുൻ മന്ത്രി MLA തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പല കാരണങ്ങളാൽ പിന്നാക്കം പോകേണ്ടി വന്ന ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒട്ടേറെ ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടത്തി വരുന്നുണ്ട്. നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന് മുൻപും പിൻപും എല്ലാം ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ജനവിഭാഗങ്ങൾ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകേണ്ടി വന്നത്? അവരെ എന്തുകൊണ്ടാണ് സമൂഹം വളരെ മോശമായിട്ട് തന്നെ കൈകാര്യം ചെയ്തു പോയത്? അപ്പം അതെല്ലാം നല്ലപോലെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹം ഏറ്റെടുത്തത്. കാരണം സമൂഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമായിക്കൊണ്ടാണ് അവർ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകേണ്ടി വന്നത്. അതിൻ്റെ വിശദാംശത്തിലേക്കൊന്നും കിടക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ വിഭാഗങ്ങൾ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകേണ്ടി വന്നത് എന്നുള്ള ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. നൂറ്റാണ്ടുകളായി എല്ലാം നിഷേധിക്കപ്പെട്ട ഒരു ജനതയാണ്. നമുക്കറിയാം, അക്ഷരം നിഷേധിച്ചു, അറിവ് നിഷേധിച്ചു, സമ്പത്തും നിഷേധിച്ചു, അധികാരവും നിഷേധിച്ചു. അങ്ങനെ നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് ഉയർന്നു വരിക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ചില പ്രത്യേക പരിഗണനകൾ കൊടുത്തുകൊണ്ട് മാത്രമേ അവരെയും സമൂഹത്തിന് മുൻപിലേക്ക് എത്തിക്കാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നു. അങ്ങനെ ആ തിരിച്ചറിവുണ്ടായി എന്ന് മാത്രമല്ല, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മഹാനായ അംബേദ്കറെ സ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പരിപാടി തുടങ്ങുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ അംബേദ്കർ അത് ഭരണഘടനാപരമായിട്ട് തന്നെ ആ വിഭാഗത്തെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വ്യവസ്ഥ എഴുതി ചേർക്കുന്ന സ്ഥിതിയുണ്ടായി. അതായത് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ തന്നെ പുറകിൽ നിൽക്കുന്ന ആളുകളെ മുന്നിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവർക്ക് പ്രത്യേക പരിഗണനകൾ വേണം. ആ പരിഗണനയിലൂടെയാണ് അവരെ ഉയർത്തിയെടുക്കാൻ കഴിയൂ എന്നുള്ള കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള നിലപാടുകളാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ മഹാനായ അംബേദ്കർ മുന്നോട്ട് വെച്ച ആശയം. അതുകൊണ്ടാണ് കുറേയൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ തൊഴിലിലൂടെ അധികാരത്തിലേക്കും ഒക്കെ തന്നെ വരാനുള്ള അവസരമുണ്ടായത്. അത് പൂർണ്ണമായിട്ടും ആയിട്ടുണ്ട് എന്നൊന്നും നമുക്കിപ്പോഴും പറയാൻ കഴിയില്ല. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി 77 വർഷത്തോളമായിട്ടും അല്ലെങ്കിൽ 76 വർഷം കഴിഞ്ഞിട്ടും
അത് നമ്മുടെ രാജ്യത്താകെ പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയെന്നൊന്നും പറയാൻ കഴിയില്ല. എല്ലാ സൗകര്യങ്ങളും കൊടുത്തു എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും അത് പൂർണ്ണതയിലെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഈ വിഭാഗത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും, ആ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ കുറച്ച് നേരം വൈകാൻ കാരണം, ഡയറക്ടർ നേരം വൈകാൻ കാരണം, ഇന്ന് കാലത്ത് 11:30 തുടങ്ങിയ ചർച്ചയാണ് നമ്മുടെ അംബേദ്കർ ഭവനിൽ ചർച്ച ചെയ്യുന്നത്. SC/ST വിഭാഗത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികളിലെ പ്രവർത്തനം ഏതുവരെ എത്തി എന്നുള്ള റിവ്യൂ മീറ്റിംഗാണ്. അത് 3 മണി കഴിഞ്ഞതിന് ശേഷമാണ് പിരിഞ്ഞത്. അതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് അല്പം വൈകിപ്പോയത്. 3:30 അവിടെ പരിപാടി പറഞ്ഞത്. കാരണം 3:15 ആയി അവിടുത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അത് പുതിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെ നമ്മുടെ ഈ പദ്ധതികൾ വിഭാവനം ചെയ്യാൻ കഴിയും, അതാണ് ബഹുമാനപ്പെട്ട മുൻ മന്ത്രി നമ്മുടെ ഇവിടെ വിശദീകരിച്ചത്. സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും ഉയർന്നു വരാൻ അവസരമുണ്ടാക്കണം. എല്ലാ നല്ല കാര്യങ്ങളും അനുഭവിക്കാൻ ഈ സമൂഹത്തിലെ പിന്നാമ്പുറങ്ങളിൽ പെട്ടുപോയ ആളുകൾക്കും അവസരമുണ്ടാകണം. അപ്പം അതിനുവേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരുന്നത്. അതുകൊണ്ടാണ് വിങ്സ് പദ്ധതി കൂടുതൽ വിപുലമാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഏറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിങ്സ് പദ്ധതി ഇതുവരെ ട്രൈബ് കുട്ടികൾ വന്നിരുന്നില്ല. ഈ വർഷം നമ്മൾ അതിനുവേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തിയതുകൊണ്ട് 2 കുട്ടികൾ ഈ വർഷം രാജീവ് ഗാന്ധി ഏവിയേഷൻ അക്കാദമിയിൽ പരിശീലനത്തിന് വേണ്ടി ചേർന്നിട്ടുണ്ട്. കൂടുതൽ കുട്ടികളെ ചേർക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടക്കുന്നത്. അത് ഒരു കാര്യത്തിൽ മാത്രമല്ല, നമുക്കറിയാം വിദേശ സർവകലാശാലയിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടുന്നതിനെക്കുറിച്ച് 2 അഭിപ്രായങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പിന്നെ വിദേശത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. വിദേശത്ത് നിന്ന് കുട്ടികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയും. അതാണ് നമ്മുടെ ആഗ്രഹം. വിദേശ സർവകലാശാലയിലേക്ക് നമ്മുടെ കുട്ടികളെ വിടുകയില്ല, വിദേശത്ത് നിന്ന് നമ്മുടെ സർവകലാശാലയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇടപെടലാണ്. ഉന്നത വിദ്യാഭ്യാസം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും അത് നടപ്പിലാക്കി വരികയും ചെയ്യും. പക്ഷേ വിദേശ സർവകലാശാലയിലേക്ക് ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പോയി പഠിക്കാനൊരു അവസരം ഉണ്ടാകുന്നത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കുക. ആ മാറ്റമുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നും ഏകദേശം 425 കുട്ടികളെയാണ് ഈ ലോകത്തെ വിവിധ സർവകലാശാലയിൽ വിട്ടു പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ വർഷം ഇപ്പോൾ ഞങ്ങൾ റിവ്യൂ നടത്തിയിട്ടാണ് വരുന്നത്. ഈ ഒരു അധ്യയന വർഷത്തിൽ ഏകദേശം ഇപ്പോൾ 300 കുട്ടികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നിലവിൽ 425 കുട്ടികളെ വിദേശ സർവകലാശാലയിൽ വിട്ടു. ഇനി ഈ വർഷം ഈ ജനുവരിയിലെ ഇൻടേക്കും കൂടി വരുമ്പോൾ ഏകദേശം 310 കുട്ടികൾ കൂടി വരും. അപ്പോൾ 700-ലധികം കുട്ടികളെയാണ് വിദേശ സർവകലാശാലയിൽ വിട്ട് പഠിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ ഫലമായിക്കൊണ്ട് ആ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റം വലുതാണ്. വിദേശ സർവകലാശാലയിൽ വിട്ട് പഠിപ്പിക്കുക മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ രാജ്യത്ത് നല്ലപോലെ പഠിച്ചു വരാൻ കഴിയുന്ന സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതോടൊപ്പം തന്നെ വിദേശത്തും അവർക്ക് അവസരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടന്നത്. അതുകൊണ്ടാണ് 425 കുട്ടികളെ, മുൻകാലങ്ങളിൽ വളരെ നാമമാത്രമായിട്ട് കുട്ടികളെ വിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം ആകെ എല്ലാ വർഷങ്ങൾക്കും കൂടി വിട്ടത് 62 കുട്ടികളെയാണ്. ആ 62 കുട്ടികളെ വിട്ട സ്ഥാനത്താണ് 2 വർഷക്കാലം കൊണ്ട് 425 കുട്ടികളെ വിട്ടു എന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയ കാര്യമൊക്കെ കാണണ്ട. ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ 25 ലക്ഷത്തോളം രൂപ വരും. എന്നാലും അവർ വിദേശ സർവകലാശാലയിൽ പോയി പഠിച്ച് അവർക്ക് കുറച്ചും കൂടി സമൂഹത്തിൽ ഉയർന്നു നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ വേണ്ടി. അത് ഒരു രംഗത്തല്ല, മന്ത്രി പറഞ്ഞല്ലോ 150 എയർ ഹോസ്റ്റസ്മാരുടെ പരിശീലനം കഴിഞ്ഞതിന് ശേഷം അവർ നമ്മുടെ അസംബ്ലി കാണാൻ വേണ്ടി വന്നു. ഞാനിപ്പോൾ ഓർത്ത് പോയ മുഖ്യമന്ത്രിയെ കണ്ടു, മന്ത്രിമാരെയൊക്കെ കണ്ടു. അങ്ങനെ അവർ പുറത്ത് ക്യാൻറ്റീനിൽ, പുറത്തെന്ന് വെച്ചാൽ അസംബ്ലിയുടെ പുറത്തുള്ള ക്യാൻറ്റീനിൽ ചായ കുടിക്കാൻ അവരെ ക്ഷണിച്ചു. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി അവർ വന്ന സമയത്ത് കണ്ടത് മന്ത്രിമാരും MLA-മാരും ഒക്കെ തന്നെ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള താല്പര്യമാണ് കാണിച്ചത്. സാധാരണ മന്ത്രിമാർ അങ്ങനെയൊന്നും ഇല്ലല്ലേ, മന്ത്രിമാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ എല്ലാവരും താല്പര്യം. നേരെ മറിച്ച് ആ കുട്ടികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാനുള്ള താല്പര്യമാണ് കാണിച്ചത്. ഒരു കാലത്ത് നമ്മൾ അകറ്റി നിർത്തിയ ആളുകളെ നമ്മൾ അടുപ്പിക്കുകയാണ്, അവരെ ചേർത്ത് പിടിക്കുകയാണ്.
അവരുടെ സമൂഹത്തിൽ മാന്യമായിട്ടുള്ള സ്ഥാനം നൽകുകയാണ്. ഒരമ്മ പറഞ്ഞു ആറ്റിങ്ങിൽ വെച്ച് ഒരു മുപ്പത്തി പറഞ്ഞു. അതായത് അന്ന് ഏറ്റവും കൂടുതൽ ഈ നവകേരള സദസ്സിൽ നമ്മുടെ പ്രഭാത യോഗത്തിൽ കൂടുതൽ ആളുകൾ ചർച്ചയിൽ പങ്കെടുത്ത ദിവസമാണ്. 35 പേര് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ സമയം അങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ 35ാമത്തെ ആള് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കളക്ടർ പറഞ്ഞു ഇനി സംസാരിക്കാനുള്ള ഒരു എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ 35 പേര് സംസാരിച്ചു. അപ്പോഴാണ് ഒരു അമ്മ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കളക്ടറോട് പറഞ്ഞു അല്ല എനിക്ക് സംസാരിക്കണം പറഞ്ഞു. എനിക്ക് ഏറെ അഭിമാനം തോന്നിയതാണ്, സന്തോഷം തോന്നിയൊരു കാര്യമാണ്. ഈ നവകേരള സദസ്സിൽ ഏറ്റവും അഭിമാനം ഉണ്ടാക്കിയൊരു നിമിഷമാണത്. 36ാമത്തെ ആള് അമ്മ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഒരു മുപ്പത്തി പറഞ്ഞു, ഇവിടെ ഇത്രയും ആളുകൾ സംസാരിച്ചല്ലോ, അവർക്കൊക്കെ നിങ്ങൾ സമയം കൊടുത്തില്ലേ, എനിക്കും സംസാരിക്കാനുള്ള സമയം വേണം. അവർ 2 പ്രാവശ്യം വാദിച്ചപ്പോൾ അല്ല ഇനി പിന്നെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ ഇരിക്കാൻ തയ്യാറാകുന്നില്ല. ആത്മാഭിമാനത്തോടു കൂടി നിശ്ചയദാർഢ്യത്തോടു കൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ് അല്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞതിന് ശേഷം ഈ ചർച്ച അവസാനിപ്പിച്ചാൽ മതി എന്ന് പറയുകയാണ്. ഞാൻ ഇന്ന ഊരിന്ന് വരുന്ന ഊര് മുപ്പത്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവസാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ അവരും കൂടി സംസാരിക്കട്ടെ. അപ്പോൾ സംസാരിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരുപക്ഷെ നെഗറ്റീവായിട്ടുള്ള വർത്തമാനങ്ങൾ പറയാനായിരിക്കുമെന്നാണ് എല്ലാവരുടെയും ധാരണയുണ്ടായിരുന്നത്. ഇവരെന്തെങ്കിലും നെഗറ്റീവ് വർത്തമാനം പറയാൻ വേണ്ടിയാണ് ഇത്രയും വാശി പിടിച്ച് ഈ മൈക്ക് മേടിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷെ ആ അമ്മ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ആത്മാഭിമാനത്തോടു കൂടിയാണ്, കയ്യടിയോടു കൂടിയാണ് ഏറ്റുവാങ്ങിയത്. അവർ പറഞ്ഞു എനിക്കൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എൻ്റെ സമൂഹത്തിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ട ആളുകളായിട്ടുള്ള കുട്ടികളെ, അത് ആദിവാസി മേഖലയിൽ നിന്നും പ്രത്യേകിച്ചും ഉൾപ്രദേശങ്ങളിൽ നിന്നും ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 600 പേരെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സായിട്ട് തിരഞ്ഞെടുത്തു. ആ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സായിട്ട് തിരഞ്ഞെടുത്ത് അവർ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 500 ആവുള്ളൂ കേട്ടോ. അമ്മയ്ക്ക് തോന്നിയത് 600. 500 പേരെയാണ് നമ്മൾ തന്നെ കഴിഞ്ഞ മാർച്ച് 21 അതായത് ലോക വനദിനത്തിൻ്റെ അന്നാണ് അവർക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുത്തത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് കൊടുത്തത്. മാർച്ച് 21 അവർ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 500 കുട്ടികൾ പുറത്തിറങ്ങും, ആൺകുട്ടികളും പെൺകുട്ടികളും. അവരെ സ്റ്റാർട്ടിങ് ശമ്പളം PSC വഴിയാണ്. PSCയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്രയും ആളുകളെ ട്രൈബ് കുട്ടികളെ ഒരുമിച്ചെടുത്തിട്ടില്ല. കാരണം 27,000 പേരെ എടുക്കുമ്പോൾ മാത്രമാണ് 500 പേരെ ST എന്ന് എടുക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ റേഷ്യോ വെച്ച് നോക്കുക. എന്നാൽ ഒറ്റയടിക്ക് തന്നെ 500 പേരെ ട്രൈബൽ കുട്ടികളെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സായിട്ട് തിരഞ്ഞെടുത്തു. 500 കുടുംബങ്ങളാണ് രക്ഷപ്പെട്ടത്. അതാണ് അമ്മ പറഞ്ഞത്. അത് ഇവിടെയല്ലാതെ ഞാൻ വേറെ എവിടെ പോയാൽ പറയാ എന്ന് ചോദിച്ചു കഴിഞ്ഞു. എങ്ങനെ? അപ്പം അങ്ങനെ 500 കുട്ടികളെയാണ് അവർ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഇറങ്ങും. അവരെ സ്റ്റാർട്ടിങ് ശമ്പളം പിന്നെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 32,000-ലധികമാണ് ശമ്പളം. ഒരുപക്ഷെ 1, 2, 3 കൊല്ലം കഴിയുമ്പോഴേക്കും അവർക്ക് 40,000-ലധികം ശമ്പളം കിട്ടും. 500 കുടുംബങ്ങൾ റിമോട്ട് ഏരിയ, ട്രൈബൽ ഏരിയയിൽ ഉള്ള വനത്തിലുള്ള കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെ ഉയർത്തിയെടുക്കാൻ എന്താണോ ചെയ്യേണ്ടത്? വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, പറഞ്ഞങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടും കാര്യമില്ല. അപ്പോൾ ഓരോ രംഗത്തും അതാണ് നമ്മുടെ അക്രഡിറ്റഡ് എഞ്ചിനീയേഴ്സിനെടുത്തും 500 പേരെ എടുത്തു. അവർക്ക് ലോക്കൽ ബോഡീസിൽ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്തു 2 വർഷത്തേക്ക്. കാരണം എന്താണ്, പല സ്ഥാപനങ്ങളും ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയുമ്പോൾ അവരെല്ലാം തള്ളിക്കളയും. അതുകൊണ്ടാണ് നമ്മൾ തീരുമാനിച്ചത് ലോക്കൽ ബോഡീസിലേക്ക് അക്രഡിറ്റഡ് പോളിടെക്നിക്, ITA, എഞ്ചിനീയറിംഗ് BTech കഴിഞ്ഞ MTech കഴിഞ്ഞ കുട്ടികളുണ്ട്. അവരെ തിരഞ്ഞെടുത്ത് നമ്മൾ അവർക്ക് 12,000 രൂപയും 20,000 രൂപയും ശമ്പളം SC ഡിപ്പാർട്ട്മെൻറ്റും ST ഡിപ്പാർട്ട്മെൻറ്റും കൊടുക്കുകയും സേവനം ലോക്കൽ ബോഡീസിൽ നൽകുകയും ചെയ്തു. 500 പേരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് പരിശീലനം കിട്ടുകയാണ്. 2 വർഷത്തേക്കാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുക. ഈ 2 വർഷത്തെ പരിശീലനം കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവർക്ക് എവിടെ വേണമെങ്കിലും പോവാം. അപ്പം നോക്കുമ്പോൾ 22 പേർക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞു. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റായി 22 കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് അവർക്ക് തന്നെയല്ല, അവർക്ക് ഒരു തുടർന്ന് പഠിക്കാനുള്ള അവകാശം. അവർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. എന്നുവെച്ച് ഇപ്പോൾ എഞ്ചിനീയറായി. അതുപോലെ തന്നെ LLB കഴിഞ്ഞ കുട്ടികൾ, ഇപ്പം നമ്മുടെ മന്ത്രി ആയിരുന്ന ആൾ വക്കീല, LLB കഴിഞ്ഞിട്ട് വെറുതെ പണിയില്ലാതെ നടക്കുന്ന സ്ഥിതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ജ്വാല എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിൽ. അത് ഈ വിഭാഗത്തിന് വലിയ പണി കൊടുക്കുക. കാരണം അല്ല, ഇവരെ പരിശീലനം കൊടുക്കാനൊന്നും ആരും, അവിടെയും പ്രശ്നമുണ്ട്. ഞാനത് നമുക്ക് ഒരുമിച്ച് പറയാം. അപ്പം അതങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നില്ല. ഈ കുട്ടികൾക്ക് അങ്ങനെ LLB കഴിഞ്ഞു എന്നുള്ള ഉടനെ തന്നെ അവരെ വലിയ രീതിയിൽ റെക്കമെൻഡേഷൻ ആളില്ല. ആ ലീഡിങ് വക്കീൽമാരുടെ കീഴിൽ നിന്നും പ്രാക്ടീസ് നമ്മുടെ ആന്റണി രാജ് അദ്ദേഹം വേണമെങ്കിൽ എടുക്കുമായിരിക്കും.
പക്ഷേ ലീഡിംഗ് അഡ്വക്കേറ്റ്സിൻ്റെ കീഴിലൊന്നും ഇവരെ എടുക്കില്ല. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിലോ അല്ലെങ്കിൽ പ്ലീഡർമാരുടെ ഓഫീസിലോ ഒന്നും തന്നെ എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട മന്ത്ലി ഓണറേറിയം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ, അതുപോലെ ലീഡിംഗ് വക്കീൽമാരുടെ ഓഫീസിൽ, അതുപോലെ ഗവൺമെൻറ് പ്ലീഡേഴ്സിൻ്റെ ഓഫീസിലൊക്കെ തന്നെ ഏകദേശം 78 പേരെ SCയിലും 24 പേരോ 25 പേരോ ST കുട്ടികളെയും ഇപ്പോൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം അവർക്ക് 2 വർഷത്തെ ഈ പരിശീലനം കിട്ടുന്നതോടുകൂടി അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ആർജിക്കാൻ കഴിയും. അപ്പം ആ രീതിയിലുള്ള ഒരുപാട് കാര്യം ഞാനെല്ലാം വിശദീകരിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. പക്ഷേ അതൊന്നും നമ്മുടെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങനെ കാര്യമായിട്ട് വരില്ല. എന്നും ദുരിതം മാത്രം ഇങ്ങനെ എഴുതി, അങ്ങനെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ദുരിതം മാത്രം എഴുതുമ്പോഴാണല്ലോ ആളുകൾ ശ്രദ്ധിക്കുള്ളൂ. ഒരിക്കലൊരു ഞാൻ പ്രസംഗിച്ചത് ചിലർക്ക് ദേഷ്യം എന്നോട് തോന്നുന്നുണ്ട്. അതായത് ആ ട്രൈബ് ചക്ക തിന്നാ ജീവിക്കുന്നതെന്നാണ് എഴുതുന്നത്. അവരെ ദുരവസ്ഥയെക്കുറിച്ച് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എഴുതിയത്. എന്താണ് യാഥാർത്ഥ്യം? ചക്ക തിന്നാത്തവരാരെങ്കിലും ഉണ്ടോ അവിടെ? ചക്ക തിന്നുന്നവർ ധാരാളമുണ്ടല്ലോ. അത് എഴുതുമോ ആരെങ്കിലും? ഇപ്പം നമ്മുടെ IAS ഓഫീസേഴ്സൊക്കെ ചക്ക തിന്നുന്നുണ്ട്. ഇപ്പോൾ ശമ്പളം കിട്ടാത്തതുകൊണ്ട് ചക്ക തിന്ന് ജീവിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? അപ്പം അങ്ങനെ എഴുതുകയാണ്. അവർ വീട്ടിൽ 80-85 കിലോ അരി വെച്ചുകൊണ്ടാണ് അവർ ചക്ക തിന്നു എന്നുള്ള വാർത്ത വല്ലാതെ കൊണ്ടുവരുന്നത്. അത് കാരണം ആളുകൾ ശ്രദ്ധിക്കും. അത് അട്ടപ്പാടിയിൽ ഒരു അമ്മ അല്ലെങ്കിൽ സഹോദരി ഗർഭിണിയായി, അത് വാർത്തയാണ്, പ്രസവിച്ച വാർത്തയാണ്. നിങ്ങൾ മറ്റു നോക്കും, ജനറലായിട്ട് എടുത്ത് നോക്കും. ഇവിടെ ജനറൽ ആയിട്ടുള്ള അമ്മമാരുടെ ഗർഭസ്ഥ സമയത്തുള്ള മരണവും അവരുടെ മരണവും ആ കുഞ്ഞുങ്ങളുടെ മരണവും ഒക്കെ എടുത്ത് താരതമ്യം. ഞാൻ ന്യായീകരിക്കാൻ വേണ്ടിയല്ല അതൊന്നും പറയുന്നത്. ദുരവസ്ഥയുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കാണിക്കണം, അത് കാണിക്കണം. പക്ഷെ ആ ദുരവസ്ഥ മാത്രം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഈ മെച്ചപ്പെട്ടതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്നും ഒരു വിഭാഗത്തെ ഇങ്ങനെ അവരെ ദുരവസ്ഥയിൽ കിടക്കട്ടെ എന്നുള്ള ഒരു ധാരണ നമ്മുടെ ആളുകൾക്കുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പം അവരുടെ മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് കൂടി എന്തുകൊണ്ട് നമുക്ക് എപ്പോഴും ദുരവസ്ഥ തന്നെയാണ് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. അത് ആ കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷെ അത് മാത്രമായിരിക്കരുത്. ഇവർക്കും ആത്മാഭിമാനം അന്തസ്സും ഉണ്ടാക്കാവുന്ന രീതിയിലേക്ക് വരണം. എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും, കേരളം രൂപീകരിച്ച് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും അവരുടെ ക്ഷേമത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ട് അവർക്ക് പോഷകാഹാരത്തിൻ്റെ പ്രശ്നം വരുന്നത് എന്താ? ആ പോഷകാഹാര പ്രശ്നം വരാൻ പാടില്ലല്ലോ. നമുക്ക് അട്ടപ്പാടി തന്നെ എടുക്കാം. 192 ഊരുകളാണുള്ളത്. അതിൽ 182 ഊരുകളിലും അവിടെ സാമൂഹ്യ അടുക്കള എന്നുള്ള പദ്ധതി നടപ്പിലാക്കി. 2012 തൊട്ട് നടപ്പിലാക്കി വരുന്നതാണ്. അത് കൂടാതെയാണ് അവിടെ മുഴുവൻ അംഗൻവാടികൾ, 181 അംഗൻവാടികളുണ്ട്. അവിടെയും പോഷകാഹാരം കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇത് കൂടാതെ ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും ഒരു കുടുംബത്തിന് 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും അതുപോലെ പയറും പരിപ്പും അതുപോലെ എണ്ണയും കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ഒരു അമ്മ അല്ലെങ്കിൽ സഹോദരി ഗർഭിണിയായി കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ കുട്ടിക്ക് 1 വയസ്സ് കഴിയുന്നവരെ ഏകദേശം 2000 രൂപ വെച്ചിട്ട് ഓരോ മാസവും പോഷകാഹാരം വാങ്ങി കഴിക്കാൻ വേണ്ടിയുള്ള പൈസ നൽകുന്നുണ്ട് വകുപ്പ്. ഇതെല്ലാം കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് പിന്നീട് ഇവർ അനിമിക്കാകുന്നത്? അത് പറയുമ്പോൾ വകുപ്പിൻ്റെ കുഴപ്പമാണെന്നോ നമ്മുടെ കുഴപ്പമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് മാത്രമാണോ? അവരെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി നമുക്ക് കഴിയാത്ത പോയതിൻ്റെ കുഴപ്പമാണ്. പോഷകാഹാരം ഇത്തരത്തിലുള്ള പോഷകാഹാരങ്ങളെല്ലാം കിട്ടിയിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് അത് ഉപയോഗിച്ച് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാത്തത് എന്നുള്ള ബോധത്തിലേക്ക് അവരെ നാം എത്തിക്കാത്തടത്തോളം കാലം അവർ മാറില്ല. അപ്പോൾ ഇത് എഴുതിയാലാണ്, ഇത് പറഞ്ഞാലാണ് ഞങ്ങൾക്ക് വീണ്ടും കിട്ടൂ എന്നുള്ള ധാരണയിലേക്ക് അവരെ എത്തിക്കണം. അപ്പോൾ ഓരോ മനുഷ്യനെയും സെൽഫ് സഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാ കാലത്തും ഇവർക്ക് സഹായമായിട്ട് നമ്മൾ കയറി ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും സെൽഫ് സഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോയി ഫീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എല്ലാ ജീവജാലങ്ങളിലും എന്താ ഒരു കൃത്യം പീരീഡുള്ള ഫീഡ് ചെയ്യുള്ളൂ അല്ലേ? അത് കഴിഞ്ഞാൽ ഈ കോഴിക്കുഞ്ഞ് തള്ളക്കോഴി കുഞ്ഞിനെ കൊത്തിയിട്ട് എപ്പോഴാണെന്നറിയോ? എത്ര ദിവസം കഴിയുമ്പോഴാണ് അറിയോ? തള്ളക്കോഴി കുഞ്ഞിനെ കൊത്തിയായിട്ട് എത്ര ദിവസം കഴിയുമ്പോഴാണ്? ആ തള്ളക്കോഴിക്ക് ആ കുഞ്ഞ് സ്വയം പര്യാപ്തയാണെന്ന് തിരിച്ചറിയുന്ന ആ സമയത്ത് തന്നെ കൊത്തിയാട്ടും. അത് 60 ദിവസമാണ്. ഇനി പറയണ്ട, ഇനി 60 ദിവസമാകുമ്പോൾ തള്ളക്കോഴിക്കറിയാം ഈ കുഞ്ഞ് സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുന്നു. 60 ദിവസം കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ്. അപ്പം സ്വയം പര്യാപ്തതയിലേക്ക് ഓരോ ആളുകളെ എത്തിക്കുക, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. സ്വയം പര്യാപ്തത എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എൻ്റെ കുട്ടിക്ക് യൂണിഫോം വാങ്ങി തരണ്ടല്ലേ? വേണോ?
വേണോ? ഞാൻ നമ്മുടെ സങ്കീർത്തനോട് ചോദിച്ചു എയർ ഹോസ്റ്റസായിട്ട് പൈലറ്റായി വന്നല്ലോ സങ്കീർത്തന നമ്മുടെ കണ്ണൂർ സങ്കീർത്തനോട് ചോദിച്ചു, ഇനി കുട്ടിക്ക് പിന്നെ അല്ലെങ്കിൽ കല്യാണത്തിന് പൈസ വേണമെന്ന് പറയുമോ? വേണ്ട, ഞാനിപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ പൈലറ്റായിട്ടുണ്ട്, അവർക്ക് വേണോ ഇനി? അപ്പോൾ സ്വയം പര്യാപ്തയിലേക്ക് നമ്മുടെ സമൂഹത്തിലെ എല്ലാ ആളുകളെയും എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മുടെ എല്ലാവരും കൂടി ചെയ്യുന്നത്. ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇവർ മുന്നിലേക്ക് വരാത്തത്? എവിടെയെങ്കിലും ഇവരെ മുന്നിൽ വരാൻ അവസരം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. അത് നൂറ്റാണ്ടുകളായി ജാതീയമായി മറ്റ് വിവേചനവും എല്ലാം സഹിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് സമൂഹത്തിൽ പിന്നാമ്പുറത്തേക്ക് പോയതാണ്. അതാരും കൃത്യമായിട്ട് പറയുന്നില്ല. എവിടെയെങ്കിലും ഇവർക്ക് ഉയർന്നു വരാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തോ? ഒരു സോഷ്യൽ ക്യാപിറ്റൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. മറ്റെല്ലാ ജനവിഭാഗത്തിനും സോഷ്യൽ ക്യാപിറ്റലുണ്ട്. ഈ വിഭാഗത്തിന് വേണ്ടത്ര സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടായില്ല. ആ സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത ആരുടെയാണ്? നമ്മുടെ സമൂഹത്തിൻ്റെതാണ്. ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു. ഒരിക്കലല്ല, ഈ ഒക്ടോബർ 2 സോഷ്യൽ സോളിഡാരിറ്റി ഫോർട്ട്നൈറ്റിന് അന്ന് പ്രസംഗിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമൂഹത്തിൻ്റെ പ്രവർത്തന ഫലമായി കൊണ്ടാണ് ഇവർ സമൂഹത്തിലേക്ക് പിന്നാക്കം പുറത്തേക്ക് പോയത്. ഞാൻ അന്ന് ഉദാഹരണം പറഞ്ഞത്, അത് ആരും വിമർശിച്ചിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞത്, അല്ലെങ്കിൽ എല്ലാം വിമർശിക്കുമല്ലോ. ഒരു വാഹനം ഇടിച്ച് പരിക്ക് പറ്റിയ കോമ്പൻസേഷൻ കിട്ടാനുള്ള റൈറ്റ് ഉണ്ടല്ലേ? ഉണ്ടോ? ഉറങ്ങുന്നു. ഞാൻ ചോദിച്ചു മനസ്സിലായി. വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോറിക്ഷ ആവട്ടെ, പിന്നെ കാറാവട്ടെ, ലോറി ആവട്ടെ, ബസ്സാവട്ടെ, ഏതിടിച്ചാലും കോമ്പൻസേഷൻ കിട്ടാനുള്ള പ്രൊവിഷൻ ബാക്കി അല്ലേ? സമൂഹം എന്ന വാഹനം ഇടിച്ചിട്ടാണ് നമ്മൾ പിന്നാമ്പുറത്തേക്ക് പോയത്. അപ്പോൾ അതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് ആരാണ്? പറയ്. സമൂഹമെന്ന വാഹനം പിടിച്ചാണ് ഈ ഭാഗം പുറകിലേക്ക് പോകേണ്ടി വന്നത്, നഷ്ടം സഹിക്കേണ്ടി വന്നത്. അപ്പോൾ ആ നഷ്ടപരിഹാരം ആരാ കൊടുക്കേണ്ടത്? പറയ്. ആരാ കൊടുക്കേണ്ടത്? ഈ സമൂഹം തന്നെ കൊടുക്കണ്ടേ? വേണ്ടേ? സമൂഹത്തിന് കൃത്യമായിട്ട് ഇന്ന ആളാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സമൂഹം മൊത്തം, അതാണ് സോഷ്യൽ സോളിഡാരിറ്റിയുടെ സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണ പ്രത്യേകത. സമൂഹത്തിൻ്റെ എല്ലാ ആളുകളുടെയും പിന്തുണയും സഹായവും വേണം. സമൂഹമാണ് ഇവരെ പല കാരണത്താൽ പുറകിലേക്ക് തള്ളി മാറ്റിയത്. അപ്പോൾ അവരെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനത്തിൽ അവരുടെ എല്ലാം സഹായം വേണം. മാധ്യമ പ്രവർത്തന രംഗത്തും നിങ്ങൾ പരിശോധിക്കുക. ഒരു പുസ്തകം ഞാൻ ഇറക്കിയിരുന്നു, എഴുതിയ എഴുതിയ. അപ്പം അതിൽ മാധ്യമരംഗത്ത് ഇവരുണ്ടോ എന്നുള്ള ചോദ്യമാണ് അതിൽ ഉയരുന്നത്. ഈ നമ്മൾ വിമർശിക്കുന്ന ആ മാധ്യമങ്ങൾ തന്നെ ആ മാധ്യമരംഗത്ത് എത്ര കണ്ട് ഈ ഭാഗങ്ങൾക്ക് വളർന്നു വരാൻ കഴിയുന്നുണ്ട്? ഓരോ രംഗം എടുത്ത് പരിശോധിക്കുക, അവിടെയെല്ലാം പുറകിലേക്ക് പോകാം. അപ്പം മാധ്യമ പ്രവർത്തകർ നമ്മളെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് ഇവർ കുറച്ചുപേരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം സ്വയം ചോദിക്കേണ്ട സമയവും കൂടി ആയിട്ടുണ്ട് എന്ന് നിങ്ങളോട് സാന്ദർഭികമായിട്ട് പറഞ്ഞുകൊണ്ട്, മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ ഇന്നിപ്പോൾ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു, കേരളൗമുദിയാണ്. അതായത് നമ്മുടെ ചേർത്തലയിൽ പ്രസാദ് എന്ന് പറഞ്ഞൊരു കർഷകൻ ആത്മഹത്യ ചെയ്യാൻ ഇടയായി അല്ലേ? അപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്ത് കടം വന്നിട്ടൊക്കെയാണ് ആത്മഹത്യ ചെയ്തത്. ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും മുന്നോട്ട് വന്നു. ഇപ്പോൾ എന്താ വെച്ചാൽ SC/ST കോർപ്പറേഷൻ അവർക്ക് നോട്ടീസ് പോയി. ഓമന ഭാര്യയുടെ പേര്. നോട്ടീസ് എന്താ വെച്ചാൽ ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ കടമെടുത്തത് 66,000 രൂപ കടമെടുത്തിട്ടുണ്ട്, അത് തിരിച്ചടച്ചില്ലെങ്കിൽ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ്. അത് കേരളൗമുദി റിപ്പോർട്ട് ചെയ്തു എന്ന് ഞാനത് രാവിലെ വായിച്ചു. ഉടൻ തന്നെ SC/ST കോർപ്പറേഷൻ MD വിളിച്ചു. ഒരു കാരണവശാലും ഇപ്പോൾ അവരുടെ പേരിൽ ഒരു നോട്ടീസ് അയക്കരുത്, ആ നോട്ടീസ് പിൻവലിക്കാൻ പറഞ്ഞു. ബോധം വേണം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കല്ലേ? ഇങ്ങനൊരു ദുരന്തം സംഭവിച്ച് അധികം ദിവസമായിട്ടില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞു. എല്ലാവരും നല്ലപോലെ അറിഞ്ഞതല്ലേ? അപ്പോൾ അവരെ വിളിച്ച് അല്ലെങ്കിൽ അവരുടെ സ്ഥിതി എന്താണ് എന്ന് നോക്കിയിട്ട് നോട്ടീസ് അയച്ചാൽ മതിയല്ലോ. പക്ഷേ അവർക്ക് നോട്ടീസ് കിട്ടിയോട് ബേജാറായി, അത് പത്രത്തിലേക്ക് വന്നു, എല്ലാം ആയി. ഉടനെ ഇപ്പം നമ്മൾ വിളിച്ച് പറഞ്ഞ് അത് കൊടുക്കണം. അങ്ങനത്തുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നത് നല്ലതാണ് മാധ്യമങ്ങൾ. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു എല്ലാം. സത്യത്തിൽ ആ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നമ്മൾ വിശീകരണം ചോദിച്ച് നടപടിയെടുത്ത് വിടണ്ട അല്ലേ? അങ്ങനെ ഇത്രയും വലിയ വാർത്താ പ്രാധാന്യം വന്നല്ലേ? അവർക്ക് പൈസ ഉണ്ടായിട്ട് അടയ്ക്കാതിരുന്നതല്ലോ, പാവപ്പെട്ടവരില്ലേ? എത്രയോ പൈസ സമ്പന്നർ നമ്മുടെ ഇന്ത്യയിൽ കോടാനുകോടി രൂപയാണ് നമ്മുടെ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ളത്. എവിടെയെങ്കിലും ചെന്ന് പണം ഉണ്ടാക്കണ്ട? ഒരു പാവങ്ങളുടെ മെക്കിട്ട് കയറാൻ എളുപ്പമാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് നമുക്ക് സഹായകരമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ കാണേണ്ടത് ഇവരുടെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ഇവർ വന്നതിനെക്കുറിച്ച് കൂടി നമ്മൾ അതാണ് അവർക്ക് ഓരോരുത്തരെയും മെച്ചപ്പെടാനുള്ള പ്രേരിപ്പിക്കലാണ്. എന്നും ദുരവസ്ഥ മാത്രം ഇങ്ങനെ പറഞ്ഞ് ഡിമോറലൈസ് ചെയ്യല്ല വേണ്ടത്. അവർക്ക് ഈ കിട്ടിയ സന്ദർഭങ്ങളെ എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ആർജിച്ചു എന്നുകൂടി പഠിപ്പിക്കാനുള്ള റിപ്പോർട്ടുകൾ കൂടി നിങ്ങൾ തയ്യാറാക്കണം എന്ന് നിങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് മഹാനായ ഡോക്ടർ BR അംബേദ്കറുടെ നാമധേയത്തിലാണ് നമ്മുടെ ഈ മാധ്യമ അവാർഡ് നൽകുന്നത്. അംബേദ്കർ ആരാണെന്ന് ഞാൻ വിശദീകരിക്കണ്ടല്ലോ അല്ലേ? വലിയൊരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു അല്ലേ? മാധ്യമപ്രവർത്തകനായിരുന്നു. സാമൂഹ്യ പ്രവർത്തകനാണ്, ഭരണശില്പിയാണെന്നൊക്കെ പറയുമ്പോൾ മാധ്യമപ്രവർത്തകൻ. അതെങ്ങനെയാണ്? നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാണ് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ്. ഈ അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം കിട്ടി. അപ്പം മാധ്യമപ്രവർത്തകനെ ഓടി നടക്കുകയാണ്. ഏതെങ്കിലും ഒരു ഇന്ത്യൻ നേതാവിനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് അത് നാളെ പ്രസിദ്ധീകരിക്കണം. അപ്പോൾ ഡൽഹിയിൽ എല്ലാ നേതാക്കളുടെ വീടുകളുടെ മുമ്പിലേക്കും മാധ്യമപ്രവർത്തകർ ഇരച്ചുപോയി. എല്ലാവരും സ്വാതന്ത്ര്യം കിട്ടിയ സന്തോഷത്തിൽ എല്ലാവരും സുഖമായിട്ട് ഉറങ്ങാൻ അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു ബംഗ്ലാവിൽ നിന്ന് ലൈറ്റ് കാണുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ട് ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മനുഷ്യൻ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ കോളിംഗ് ബെല്ലടിച്ചു, പുറത്തു വന്നു. അങ്ങനെ പുറത്തു വന്നുകൊണ്ട് അപ്പോഴാണ് മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലായത് അംബേദ്കറാണെന്ന് ചോദിച്ചു. അംബേദ്കറോട് ചോദിച്ചു, എല്ലാ നേതാക്കളും കിടന്നുറങ്ങിയല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഉറങ്ങാതെ ഇപ്പോഴും ഈ വിളക്കിൽ അല്ലെങ്കിൽ വെളിച്ചത്തിരുന്നുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, അവർക്ക് കിടന്നുറങ്ങാം, കാരണം അവരുടെ ആളുകളെല്ലാം ഉണർന്നിരിക്കുന്നവരാണ്. പക്ഷേ ഞാൻ ഉറങ്ങാതിരിക്കുന്നത് എൻ്റെ ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുന്നവരാണ്. ആ ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങാതിരിക്കണം എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അംബേദ്കർ. ഞാൻ ഉറങ്ങാതിരിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ ഉണർത്താൻ വേണ്ടിയാണ്. അവർക്ക് ഉറങ്ങാം, കാരണം അവരുടെ ആളുകൾ ഉണർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള മഹാന്റെ നാമധേയത്തിലാണ് നിങ്ങൾക്ക് അവാർഡ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തുടർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മാധ്യമ അവാർഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകളെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അച്ചടി മാധ്യമരംഗത്തെ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ശ്രീമതി നീനു മോഹനനാണ്. സ്റ്റാഫ് കറസ്പോണ്ടന്റ്, മാതൃഭൂമി, വയനാട്. 30,000 രൂപയും ഫലകവുമാണ് അവാർഡ്. ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി നീനു മോഹനെ ക്ഷണിക്കുന്നു. ഇനി 2 സ്പെഷ്യൽ ജൂറി അവാർഡുകളാണ് നൽകുന്നത്. ഏറ്റുവാങ്ങുന്നതിനായി മംഗളം സീനിയർ റിപ്പോർട്ടർ ശ്രീ DP ഈസ, വയനാട് വിഷൻ ചാനൽ ചീഫ് എഡിറ്റർ ശ്രീ PK രഘുനാഥ് എന്നിവരെ ക്ഷണിക്കുന്നു.
നിർണയത്തിന്റെ ജൂറി കമ്മിറ്റി അംഗമായ മുതിർന്ന പത്രപ്രവർത്തകൻ കെ പി രവീന്ദ്രനാഥ് സാറിനെ പുരസ്കാരം നേടിയ സൃഷ്ടികളെ വിലയിരുത്തി സംസാരിക്കുന്നതിനായിട്ട് സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ആന്റണി രാജു എം.എൽ.എ, ബഹുമാനപ്പെട്ട മന്ത്രി, സ്നേഹിതരെ, ഈ അവാർഡ് ജേതാക്കളെ ഈ കമ്മിറ്റി തെരഞ്ഞെടുത്തത് ഐക്യകണ്ഠേനയാണ് തിരഞ്ഞെടുത്തത്. ഈ അവാർഡ് കമ്മിറ്റിക്ക് മുമ്പാകെ വാങ്ങുന്നത് അച്ചടി വിഭാഗത്തിൽ 16 എൻട്രികളാണ്, ദൃശ്യ വിഭാഗത്തിൽ 15 എൻട്രികൾ, ശ്രവ്യ വിഭാഗത്തിൽ 2. ഇങ്ങനെയാണ് അവാർഡ് പരിഗണനയ്ക്ക് വേണ്ടി കമ്മിറ്റി മുമ്പാകെ വന്നിട്ടുള്ള എൻട്രികൾ. ഈ അവാർഡ് ലഭിച്ചതടക്കം ഞങ്ങൾ ഇവ പരിശോധിക്കുന്നത് വളരെ പോസിറ്റീവായ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, പോസിറ്റീവായതിന് മാത്രമാണ് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്ന ഒരു സന്ദേശം, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണോ നമ്മൾ പറയുന്നത് ആ വിഭാഗത്തിന് വേണ്ടി പ്രത്യേക എന്താണ് പരിഗണിക്കേണ്ടത് എന്ന തരത്തിലുള്ള വാർത്തകൾ, ഫീച്ചറുകൾ. 2, ഇപ്പോ ആ ഭാഗങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള നടപടികളുടെ പോരായ്മകളുണ്ടെങ്കിൽ അത്, പക്ഷെ അതെന്തുകൊണ്ട് ആ പോരായ്മ വന്നു എന്നും അത് പരിഹരിക്കാൻ എന്താണ് മാർഗമെന്നും അടക്കമുള്ള വളരെ വിശദമായ, അതെടുത്തു പറയുകയാണ്, ആ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾക്ക് വസ്തുതാപരമായ പിന്തുണ കൂടി ഉള്ളവയാണ് ഞങ്ങൾ ഈ അവാർഡിനു വേണ്ടി പരിശോധിച്ചിട്ടുള്ളത്. അത് പറയുമ്പോൾ ഈ അവാർഡിലേക്ക് വന്ന എൻട്രികളിൽ പലതും ഇത് നമ്മൾ എന്ത് വിഷയത്തിലാണോ പരിഗണിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണോ അവാർഡിന് കൃതികൾ ക്ഷണിച്ചത്, ആ പരിധിയിൽ വരാത്ത കുറേ എൻട്രികളുണ്ടായി. മറ്റൊന്ന് സാധാരണഗതിയിലുള്ള റിപ്പോർട്ടുകളാണ്. ഇപ്പോൾ ഒരു കോളനിയിൽ ചില അസൗകര്യങ്ങളുണ്ട്, ആ അസൗകര്യങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പരമ്പര പോലാണ് ചില എൻട്രികൾ വന്നിട്ടുള്ളത്. അത് സത്യം പറഞ്ഞാൽ ആ വാർത്തകൾ, ഇത് ഒരു വർഷത്തിനിടയ്ക്ക് ഇറങ്ങിയ വാർത്തകളാണ്. ആ വാർത്തകൾ വന്ന് അതിന്റെ പരിഹാരവും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. അപ്പോൾ അങ്ങനെയുള്ള വെറും സാധാ റിപ്പോർട്ടുകളായിട്ടുള്ളവയും ഇത് നമ്മൾ പലരും അയക്കാറുണ്ട്. ഇത് ഏത് അവാർഡ് നാം പരിഗണിക്കുമ്പോഴും അതിന്റെ പിന്നിൽ ഒരു വസ്തുതാപരമായ ഒരു പിന്തുണ അതിനുണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ദൃശ്യ മാധ്യമത്തിൽ നീനു മോഹനന്റെ അറിയപ്പെടാത്തൊരു വംശഹത്യ എന്ന ഇത് നമ്മൾ ഇതിലേക്ക് വന്നത്. അതിൽ കുറേയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, കുറേയേറെ ചെയ്ത കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ആവശ്യമായ അധികൃതരുടെ റിപ്പോർട്ടുകളുടെ അടക്കമുള്ള ഇത് വെച്ചുകൊണ്ടുള്ള ഒരു പഠന റിപ്പോർട്ടാണ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതാണ് ഞങ്ങൾ അതിനു വേണ്ടി പരിഗണിച്ചത്. അതിലെ നമ്മുടെ ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് വന്ന ഐറ്റത്തിലും ഈ 2 ഐറ്റത്തിലും പൊതുവായിട്ട് വന്നൊരു ഘടകം ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, കഴിഞ്ഞ അവാർഡ് ദാനത്തിൽ മന്ത്രി പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഒരു ശുഭ ലക്ഷണമാണ് അതിനകത്ത് കാണുന്നത്. കാരണം ഇത് രണ്ടിലും പഴയ കാര്യങ്ങളല്ല, പണ്ട് ഉണ്ടായിരുന്ന, ഉദാഹരണത്തിന് കഴിഞ്ഞ കമ്മിറ്റിയിൽ ഈ അവാർഡ് കമ്മിറ്റി ഞാനുണ്ടായിരുന്നു. അന്ന് വന്നിരുന്ന റിപ്പോർട്ടുകളുടെ നേരെ വിപരീതമായ റിപ്പോർട്ടുകളാണ്. എന്താണിത്? ഇത് വളരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള നടപടികൾ, പക്ഷെ ആ നടപടികൾ മൂലം ഉണ്ടായിട്ടുള്ള ചില പുതിയ പ്രശ്നങ്ങൾ, പുതിയ സാഹചര്യം, പുതിയ പ്രശ്നങ്ങൾ, അതാണ് ഈ 2 റിപ്പോർട്ടുകളുമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇപ്പോ ഈ ചോലനായ്ക്കൽ സ്ത്രീകളുടെ പറഞ്ഞ നമ്മുടെ ജൂറി പരാമർശത്തിൽ വന്നതിനകത്ത്
ഈ പുതിയ പുതിയ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ട് നമ്മൾ കൊടുക്കുമ്പോഴും അത് എങ്ങനെ പ്രാപ്തമാക്കണം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് വലിയ അറിവുകളില്ല. ഇപ്പം ഞാൻ ഇതിനകത്ത് ആ റിപ്പോർട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ നമ്മുടെ ശിശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ പോഷകാഹാരം അമൃത എന്നാണ് അല്ലേ, അത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കെല്ലാം. പക്ഷെ അത് എങ്ങനെ കൊടുക്കണം, എങ്ങനെയാണ് അതിൻ്റെ പരിചരണങ്ങൾ വേണ്ടതെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് വലിയ അറിവില്ല. അവർക്ക് ഇത് കൊടുക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്ങനെ കൊടുക്കുമ്പോൾ പറയും. പക്ഷേ അതിനൊരു ഒരു ശക്തമായ ഫോളോ അപ്പ് ഇല്ല എന്നുള്ള തരത്തിലാണ് അതിൻ്റെ പര്യാപ്തത വന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ആ വിഭാഗത്തിലെ സ്ത്രീകൾക്ക് പുതിയതായിട്ട് ഉള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് മനുഷ്യ സഹജമായ ചില ബുദ്ധിമുട്ടുകളാണ്. അപ്പം അതിൽ നമ്മൾ ഒരു ക്ലോസ് വാച്ചിങ് അതിന് നമുക്ക് ഉണ്ടാകണം, എങ്കിലേ അത് പരിഹരിക്കപ്പെടൂ എന്നുള്ളതാണ് അതിനകത്തൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വസ്തുത. രണ്ടാമത് ചില റിപ്പോർട്ടുകൾ ഈ കോടതികളിൽ കേസുകൾ നിൽക്കുന്ന ചില റിപ്പോർട്ടുകളാണ്. അപ്പം അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ഈ റിപ്പോർട്ട് അവാർഡിലേക്ക് വരുമ്പോഴത്തേക്ക് ആ കേസൊക്കെ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ വിഷയം നല്ലതാണ്. ഇപ്പൊ കേട്ടാൽ നല്ല രസമാണ്. നമ്മൾ നാൻസിയമ്മയുടെ വസ്തു അപകരിച്ചു എന്നും പറഞ്ഞൊരു റിപ്പോർട്ട്. അത് ഈ റിപ്പോർട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ തന്നെ അതിന്റെ കേസ് ഏതാണ്ട് തീർന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ വരുന്ന റിപ്പോർട്ടുകൾ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. കാരണം അത് ഈ നമ്മുടെ കമ്മിറ്റിയുടെ മുമ്പാകെ വരുമ്പോഴത്തേക്ക് അത് മിക്കവാറും അതിൻ്റെ കാര്യങ്ങൾ തീർന്നിരിക്കും. ഞാൻ ഈ ഐറ്റങ്ങൾ അയക്കുമ്പോൾ ഇവിടെ വന്നതിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഇതിലെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കാനുള്ളത് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. പുതിയ സാഹചര്യങ്ങളിൽ പുതിയതായിട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാണ് ഈ റിപ്പോർട്ടുകളിലൊക്കെ നമ്മുടെ അവാർഡിന് പരിഗണിച്ച റിപ്പോർട്ടിലൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. കാരണം അത്രയ്ക്ക് മാറ്റങ്ങൾ ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളുടെ ഇടയിലും ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സൂചന. അതുപോലെ തന്നെ ദൃശ്യ മാധ്യമത്തിൽ വന്ന ഒരു ഡോക്യുമെന്ററി, നല്ല മനോഹരമായ ഡോക്യുമെന്ററി എന്ന് മാത്രമല്ല, ഒരു വിഭാഗം ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റത്തിന്റെ ഒരു വെളിച്ചം തരുന്ന ഒരു ഡോക്യുമെന്ററിയാണ്. അതാണ് ഒന്ന് പരിശോധിച്ചിട്ടുള്ളത് നിങ്ങൾ. അതുപോലെ തന്നെയാണ് ദൃശ്യ ഇതിലെ കിട്ടിയിട്ടുള്ള നമ്മൾ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട ഐറ്റം. അപ്പോൾ ഈ അവാർഡുകൾ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലം ഇതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ അവാർഡുകൾ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇനിയും ഈ നിരവധി വിഷയങ്ങൾ ഈ മേഖലകളിൽ നമുക്കുണ്ട്. പക്ഷെ അത് തിരഞ്ഞെടുക്കുമ്പോൾ അത് വളരെ പോസിറ്റീവായി നമുക്ക് എന്ത് ചെയ്യാൻ അവർക്ക് കഴിയുന്നുള്ള തരത്തിലേക്ക് നിങ്ങളുടെ റിപ്പോർട്ടുകൾ മാറ്റി എടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ മന്ത്രി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നും തെറ്റ് കണ്ടാ പറയണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവാർഡ് കൊടുത്തതിനകത്ത് നിരവധി കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിച്ചതിനായിരുന്നു നമ്മൾ ആദ്യം പരിഗണിച്ചത്. പക്ഷേ അതെന്തുകൊണ്ടാണ് അതങ്ങനെ ഉണ്ടായത് എന്നും അതിനെന്താണ് ശാസ്ത്രീയമായിട്ട് പരിഹാരം വേണ്ടതെന്നുമുള്ള വളരെ പഠിച്ചിട്ടുള്ള റിപ്പോർട്ടായിരുന്നു അത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആ റിപ്പോർട്ടുകൾ നിങ്ങളെല്ലാം വളരെ ഏതാണെന്ന് വെച്ചാലും കൊടുക്കണം. പക്ഷേ സത്യസന്ധമായും അതിനുള്ള പരിഹാരങ്ങളും അടക്കമുള്ള റിപ്പോർട്ടുകൾക്ക് വേണം നിങ്ങൾ ഇനി ശ്രദ്ധിക്കാൻ. മാറ്റങ്ങൾ ഏറെ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾക്കനുസൃതമായി നമ്മുടെ റിപ്പോർട്ടുകൾക്കും മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഈ ജൂറി കമ്മിറ്റിക്ക് വേണ്ടി ഇതിലെ സമ്മാനാർഹരായ എല്ലാ ആളുകളെയും അഭിനന്ദിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എൻട്രികൾ അയച്ച മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കുകയാണ്. ഇനിയും നല്ല നല്ല ഫ്യൂച്ചറുകളുമായിട്ട് ഈ മേഖലയിലെ ജനങ്ങൾക്കും നാടിനും ഗുണകരമായ രീതിയിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കി അവാർഡുകൾക്ക് വേണ്ടി അയക്കുക. എല്ലാവർക്കും ആശംസകൾ. നന്ദി. മറുപടി പ്രസംഗത്തിനായി അവാർഡ് ജേതാക്കളെ ക്ഷണിക്കുന്നു. ശ്രീമതി നീനു മോഹനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മിനിസ്റ്റർ, MLA,
ഡയറക്ടർ, എല്ലാവരും ഉണ്ട്, പേരെടുത്ത് പറയുന്നില്ല. ഇവിടെ എല്ലാ അവാർഡ് ജേതാക്കളുടെയും കൂടി പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ചെയ്ത വിഷയം എന്ന് പറയുന്നത് ആദിവാസികൾക്കിടയിൽ തന്നെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള വയനാട്ടിലെ പണിയ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തെക്കുറിച്ചാണ്. ഏറ്റവും അധികം ജനസംഖ്യ എന്ന് പറയുമ്പം അവരാകെ ഇപ്പം 1 ലക്ഷത്തോളം മാത്രമേ അവരുടെ ജനസംഖ്യയുള്ളൂ. ആ വിഭാഗം ഒരു വംശഹത്യയെ, ഒരു വംശനാശത്തെ നേരിടുന്നു എന്നുള്ളൊരു ആശങ്കയാണ് ഞാൻ എൻ്റെ പഠനത്തിൽ പങ്കുവച്ചത്. നിസാർക്കയുടെ പഠനം ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ചോലനായ്ക്കരെ കുറിച്ചാണ്. അവരുടെ ഒരു വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച വിഷയമാണ് ഷഫീഖ് വാർത്തയാക്കിയത്. രഘുവേട്ടനും പൂർണിമയും നിരന്തരമായി ഈ വിഷയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടുപേരാണ്. പൂർണിമ ഒരു ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ള ഒരു കുട്ടി കൂടിയാണ് എന്നതാണ് മാധ്യമപ്രവർത്തനത്തിലും പുതിയ ആളുകൾ എത്തുന്നു എന്ന് മിനിസ്റ്റർ പറഞ്ഞതിനോട് ഞാൻ ചേർത്ത് വെച്ച് വായിക്കുകയാണ്. പൊതുവിലുള്ള ചില വിഷയങ്ങൾ, മാധ്യമപ്രവർത്തകർ എല്ലാ കാലത്തും ദോഷൈകതൃക്കുകളാണ്. എല്ലാ കാലത്തും ഞങ്ങൾ നെഗറ്റീവ് വാർത്തകൾക്ക് തന്നെയാണ് മുൻതൂക്കം കൊടുക്കാറുള്ളത്. അതെങ്ങനെയാണ് വേണ്ടതെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ചില കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. അയ്യോ, മിനിസ്റ്റർക്ക് അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പം പറയുന്നത്. ഇപ്പം പ്രമാണിച്ചൊക്കെ തിന്നതാണ് മിനിസ്റ്റർ ചോദിച്ചൊരു വിഷയം. അല്ല, ഇവിടെ നമുക്ക് പറ്റുന്നൊരു പ്രശ്നം, ട്രൈബൽ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, മാധ്യമപ്രവർത്തകരിൽ പോലും പലപ്പോഴും ഒരു എടുത്തുചാട്ടം ഉണ്ടാവാറുണ്ട്. അല്ലെ, എന്താണ് ഓരോ ഗോത്രത്തിന്റെയും ഫുഡ് ബാസ്ക്കറ്റ് എന്നതിനെ കുറിച്ച് നമുക്ക് ധാരണയില്ല. പണിയരുടേത് വയലിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഫുഡ് ബാസ്ക്കറ്റ് ആണ് അവര് ഫോളോ ചെയ്യുന്നത്. അവരുടെ ഡയറ്റിൽ കൂടുതലായിട്ടും താളുകൾ, ഇലക്കറികളും നൂഞ്ചി പോലുള്ള അല്ലെങ്കിൽ വയലിൽ കാണുന്ന മത്സ്യങ്ങളായിരിക്കും ഉണ്ടാവുക. കാട്ടുനായ്ക്കരുടേത് അത് വനത്തോട് ചേർന്ന് താമസിക്കുന്നതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഫുഡ് ബാസ്ക്കറ്റ് ആയിരിക്കും. ഇവിടേക്കാണ് എന്ത് വരുന്നത്? നമ്മൾ നമ്മുടെ ആഹാരശീലങ്ങൾ ഇവരെ അടിച്ചേൽപ്പിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇതിലുണ്ടാകുന്ന കുറെ വിഷയങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ സ്ഥിരമായിട്ട് നമുക്ക് വരുന്നൊരു വാർത്തയാണ്, ഇപ്പം വാർത്ത എന്നുള്ള തലത്തിൽ തന്നെ പറയാം, സർക്കാർ കൊടുത്ത അരി ഇവര് മറിച്ചു വിറ്റു എന്ന് പറഞ്ഞ് നമ്മൾ വാർത്ത കൊടുക്കാറുണ്ട്. ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മൾ പാലക്കാടൻ മട്ടയായിരിക്കും കൊടുക്കുന്നത്, വേവ് കൂടുതലുള്ള അരി. ഇത് കുക്ക് ചെയ്യാനുള്ള സാഹചര്യം, നമ്മൾ അത്തരം വാർത്ത കൊടുക്കുമ്പോൾ ഇത് കുക്ക് ചെയ്യാനുള്ള സാഹചര്യം, വീട്ടിൽ ഗ്യാസ് അടുപ്പ് ഇവർക്ക് ഉണ്ടാവണമെന്നില്ല. വിറക് കത്തിച്ച് അരി പാകം ചെയ്യുന്നവർക്ക് സ്വാഭാവികമായും ഇപ്പോഴാണ് വന്നത്. ഇല്ല, ഞാൻ ഉണ്ട് അല്ല, അത്തരത്തിലുള്ള പ്രായോഗിക വശങ്ങൾ കൂടി ഉണ്ട്. നമ്മുടെ വാർത്തകളിൽ വെറും വിമർശനമല്ലാണ്ട് ഇത്തരം വിഷയങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ വകുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സത്യമാണ്. അതിപ്പം അടിയ പണിയ പാക്കേജ് പോലെ സൂക്ഷ്മാർത്ഥങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ ആവശ്യങ്ങളെ കണ്ടുകൊണ്ടുള്ള ഒരുപാട് പദ്ധതികൾ ഈ ഒരു അടുത്ത കാലഘട്ടങ്ങളിലെല്ലാം വരുന്നുണ്ട്. പക്ഷെ ഇനിയും നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ട്. അതായത് ഓരോ ഊരിലും ഓരോ ഗോത്രത്തിന്റെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. പണിയന്റെ ആവശ്യമായിരിക്കില്ല കുറിച്ചനോ കുറുമനോ ഉള്ളത്, അതായിരിക്കില്ല കാണിമാർക്കുള്ളത്. ഇപ്പൊ പണിയ ഗോത്രത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ കൽപ്പറ്റയിലെ ഊരിലുള്ള ആളുടെയും മാനന്തവാടിയിലെ ഒരു വനഗ്രാമത്തിലുള്ള ഒരു ഊരിലെയും ആവശ്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ ജീവിത രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പം അത്തരത്തിൽ അവരുടെ സൂക്ഷ്മമായ ആവശ്യങ്ങളെ മുൻനിർത്തിയുള്ളത് ഒരു ഏകോപനം കൂടി, ആ തരത്തിലുള്ള ഒരു ആലോചന കൂടി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പം എന്റെ പഠനം ഞാനൊരു എക്സാമ്പിളായിട്ട് അതിൽ പറയാണ്. ഞാൻ ചെയ്ത പഠനത്തിൽ ഞാനൊരു സാമ്പിൾ സ്റ്റഡി എടുത്തിട്ടാണ് പഠിച്ചത്. ഒരു 3000-ഓളം ചരമം പരിശോധിച്ചുകൊണ്ട് ഞാൻ സ്ഥാപിക്കാനല്ല, എൻ്റെ ഒരു സ്റ്റഡിയിൽ എനിക്ക് കണ്ടെത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മരിക്കുന്ന 4 പേരിൽ ഒരാൾക്ക്, പണിയരിൽ ഒരാൾക്ക് പ്രായം 50 വയസ്സിൽ താഴെയാണ്. അതുപോലെ ഇവർക്കിടയിലുള്ള ആത്മഹത്യാ നിരക്ക് എന്ന് പറയുന്നത് 30% കൂടുതലാണ്. അപ്പൊ ഇത്തരം വിഷയങ്ങൾ പക്ഷെ നമ്മുടെ പഠനങ്ങളിൽ അല്ലെങ്കിൽ വകുപ്പിന്റെ പഠനങ്ങളിൽ ഇത് പ്രതിഫലിക്കണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സൂചികകളും സ്ത്രീകളെയും ഗർഭിണികളോ അമ്മമാരെയോ അല്ലെങ്കിൽ കുട്ടികളെയോ അനുബന്ധിക്കുന്നതാണ്. അപ്പൊ അവിടെ നമ്മൾ എന്താവില്ല, പുരുഷന്മാരുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഘടകമാവില്ല. അത് ആരുടെയും കുറ്റമല്ല, നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു പോരായ്മയാണത്. അപ്പൊ നമുക്ക് ട്രൈബൽ വകുപ്പിലെങ്കിലും നമുക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു തോട്ട് പ്രോസസ് നടക്കണം അല്ലെ. ഫീൽഡിൽ ഇറങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതെല്ലാം അറിയാം. ഇപ്പൊ അവരെന്നെ നമ്മളെടുത്ത് പറയുന്ന കുറെ ഡാറ്റകൾ ഉണ്ടാവും.
അപ്പോൾ പല ആനുകൂല്യങ്ങൾക്കും വരുമ്പം 60 വയസ്സിന് മുകളിലുള്ളവരുടെ ആനുകൂല്യം വാങ്ങാൻ വരുമ്പോൾ അതിൽ ആണുങ്ങളുടെ എണ്ണം പുരുഷന്മാരുടെ എണ്ണം കുറവായിരിക്കും എന്ന തരത്തിൽ ഫീൽഡിലുള്ള ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിനെ ഒരു പ്രത്യേക തോട്ട് പ്രോസസ്സിലൂടെ പോകാൻ കുറച്ചുകൂടി ഭാവനാത്മകമായ ഒരു പ്രവർത്തനങ്ങൾ ആലോചിക്കാനുള്ളൊരു ഇടപെടൽ കൂടി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ മാധ്യമ പണിയ അടിയാണ്. അല്ല, ഞാൻ അതാ പറഞ്ഞത്, അത്തരമൊരു നടപടികൾ നമ്മൾ തുടക്കമിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് 250ഓളം മറ്റ് പ്രത്യേകിച്ച് പരിശീലനം കിട്ടിയ 200 പേരെ നമ്മൾ എഞ്ചിനീയേഴ്സിനെ എടുക്കും, വക്കീൽമാരെ എടുക്കുന്നു. ഇതൊക്കെ റിമോട്ട് ഏരിയ എന്നുള്ളതാണ്. അവരെ കൊണ്ട് തന്നെ ഇത് ചെയ്യിക്കണം. അല്ലാതെ നമ്മൾ പോയിട്ട് എല്ലാം അങ്ങനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അർത്ഥമില്ല. അപ്പം മിനിസ്റ്റർ പറഞ്ഞ മാതിരി തന്നെ അത്തരം പദ്ധതികൾ കൂടുതൽ വരണം. അത് എല്ലാ പ്രോജക്റ്റുകളിലും വരണം. നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിൽ പോലും അല്ലെങ്കിൽ അത്തരം ഭക്ഷ്യധാന്യങ്ങളുടെ ആനുകൂല്യം കൊടുക്കുന്നതിൽ പോലും അത്തരം ഒരു പദ്ധതി വരണമെന്നേ ഉള്ളൂ. പിന്നെ എല്ലാ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു വർക്ക് എന്ന് പറയുന്ന നമ്മൾ ഒരാളുടെ മാത്രം വർക്കായിരിക്കില്ല. നമ്മുടെ സ്ഥാപനത്തിലായാലും അല്ലെങ്കിൽ മുതിർന്ന മാധ്യമപ്രവർത്തകർ പലരുടെയും കൈകളിലൂടെ മറഞ്ഞു പോയിക്കൊണ്ട് തന്നെയാണ് ഓരോ വർക്കും വരുന്നത്. അപ്പം ഇവിടെ ഇരിക്കുന്ന ഗുരുതുല്യരായ സമകാലികരായ എല്ലാ മാധ്യമപ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. നന്ദി പ്രകാശിപ്പിക്കുവാൻ പട്ടികജാതി വികസന വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ശ്രീ നന്ദി പ്രകാശിപ്പിക്കുവാൻ പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ ശ്രീ കെ ഗോപാലകൃഷ്ണൻ അവർകളെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷനും ബഹുമാനപ്പെട്ട മന്ത്രിയും ഒരുപാട് കാര്യങ്ങൾ പട്ടികവർഗ വികസനത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതെല്ലാം വളരെ സത്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങൾ എല്ലാവരും കൂടിയും ഒരു അഭ്യർത്ഥിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പറയുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തുന്നില്ല. അതിലാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും വളരെ ആവശ്യമാണ്. അത് സോഷ്യൽ മീഡിയ എങ്കിലും ശരി, ഇന്നത്തെ സെൻസേഷൻ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കോ വാട്സപ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ എങ്കിലും ശരിയില്ല, പ്രിന്റ് ആയെങ്കിലും ശരി, വിഷ്വലായിരുന്നാലും ശരി, നിങ്ങൾ എല്ലാവരുടെയും മാധ്യമങ്ങളിലും അതുപോലെ എല്ലാവരുടെയും റിപ്പോർട്ടുകളിലും ഈ പട്ടികവർഗ ബന്ധപ്പെട്ട ന്യൂസുകൾക്ക് ഒരു പ്രാധാന്യത്വവും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരെയും അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് ഇവിടെ പുരസ്കാരം നേടിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അത് കൂടാതെ തന്നെ ഈ പട്ടികവർഗ ഓരോരോ കുടുംബത്തിൻ്റെ വികസനവും സ്വന്തം വികസനം പോലാണ് നമ്മുടെ മന്ത്രി കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണെങ്കിൽ ഏകദേശം ഒരു 9 months അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തെ നമ്മളോട് വിഭാഗത്തിൽ ഒരു മിനിസ്റ്ററായിട്ട് കിട്ടിയത് നമ്മൾ എല്ലാവരും പുണ്യം ചെയ്തിരിക്കണം. അങ്ങനെ സാറിന് ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തതും പുരസ്കാരം വിതരണം ചെയ്തതും വളരെ നന്ദിയാണ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ അവാർഡ് സർ. അതുപോലെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷനും മുൻ മന്ത്രിയുമാണ് നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ MLA ശ്രീ ആന്റണി നിജരാജ് അവർ സാറാണ്. അദ്ദേഹത്തെ കൂടി കുറച്ച് ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ ഏത് കാര്യം പോയാലും വളരെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ചിലപ്പോൾ അത് അവർ ലീഗലായിട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് വളരെ തുറന്ന മനസ്സോടാണ് 2-3 സമയങ്ങളിൽ എനിക്ക് വളരെ അഡ്വൈസും അതുപോലെ ചെയ്തും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെയും ഇന്നത്തെ പരിപാടിയിൽ നിന്ന് വളരെ നല്ല രീതിയിലുള്ള അധ്യക്ഷൻ അദ്ദേഹത്തിന് ഈ പരിപാടി പങ്കെടുത്തത് വളരെ എൻ്റെ സാർ ഭാഗം എൻ്റെ പട്ടികവർഗ വികസന ഡിപ്പാർട്ട്മെന്റിന്റെ സാർ ഭാഗം നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. അതുപോലെ ഇവിടെ എത്തിച്ച് ഈ മാധ്യമ അവാർഡിന് വേണ്ടി എൻട്രികൾ അയച്ച ഏകദേശം ഒരു 16+15+2 ഏകദേശം 33 പേരെയും അതുപോലെ ഇന്ന് അവാർഡ് നേടിയ ഈ 5 പേരെയും എൻ്റെ ഈ പുരസ്കാരം നേടി മലപ്പുറം പിന്നെ
കോഴിക്കോട് പോലുള്ള ജലാശയങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്നിട്ട് അവരെല്ലാവരെയും നന്ദി പറയുന്നു. അതുപോലെ ഈ പ്രസ് ക്ലബിൻ്റെ ഭാഗമായിട്ടും മീഡിയകളുടെ ഭാഗമായിട്ടും അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ട് എല്ലാവരെയും ഒരിക്കലും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്നു. അതുകൂടെ പൂർണിമ സമാപന പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ പൂർണിമ 2 വാക്ക് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുന്നു. പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇത്രയും വലിയ മഹത് വ്യക്തികൾ പിന്നെ ഒരു വേദിയിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ അഭിമാനമുണ്ട്. ഈ ഒരു അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനൊരു ഈ ഒരു അവാർഡ് എൻ്റെ കമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ എനിക്കിങ്ങനെ ഒരു അവസരം പിന്നെ മാറ്റൊലിയാണ് തന്നിട്ടുള്ളത്. കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റൊലിക്കും ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുന്നു. ഒരുപാട് നന്ദി. അവസാനിച്ചു.